എന്താണ് എൻ്റെ വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ എൻ്റെ ഭാഗത്ത് നിന്ന്. ഞാൻ ആരും അങ്ങനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇപ്പൊ വേറെ പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ ലൈവ് ഇരുന്നപ്പോ എന്നെ ലൈവിൽ ഫുള്ള് സ്പാം വരുന്നു, എന്ത് മസ്താനെ അൺഫോളോ ചെയ്തോ, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നില്ല. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്. നമ്മളുടെയൊക്കെ ലൈഫിൽ നമുക്ക് നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവാം, അതുപോലെ തന്നെ മോശം സുഹൃത്തുക്കൾ ഉണ്ടാവാം. ജീവിതത്തിൽ ഒരുപാട് ലെസൺസ് നമ്മളെ പഠിപ്പിച്ചു തന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും. അതിലുപരി നമ്മളുടെ ലൈഫിൽ എല്ലാമായി നിന്നുകൊണ്ട് നമ്മുടെ പിന്നിൽ നിന്ന് കുത്തിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം. അല്ലെങ്കിൽ അയ്യോ ഇവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തോ, അല്ലെ അവൻ എൻ്റെ അടുത്ത് ഇത് ചെയ്തോ, അല്ലെ അവൻ്റെ സൈഡിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിക്കുന്നില്ല, അല്ലെ സ്വീകരിക്കാൻ പറ്റുന്നില്ല, നമ്മളെ 3, 4, 5 ദിവസം നമ്മളെ ട്രോമയിലോട്ട് കൊണ്ടുപോയ സുഹൃത്തുക്കൾ ഉണ്ടാവാം. അപ്പോൾ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഹാപ്പി ആക്കുന്ന, നമ്മളെ പോസിറ്റീവാക്കി നിർത്തുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷേ ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്, ബാക്ക് ടു ട്രോമയിലോട്ട് കൊണ്ടുപോകുന്ന, സൗഹൃദത്തെ തന്നെ പേടിക്കുന്ന, സൗഹൃദത്തെ തന്നെ വെറുക്കുന്ന ഒരു സാധനം കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഈ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ബന്ധത്തെ രണ്ടാക്കിയ ഒരാളും അതുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് 2 വഴിക്കായിട്ടുള്ളൊരു കഥയും, അതിൻ്റെ കൂടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് നല്ല സുഹൃത്തുക്കളായി നിന്ന ആൾക്കാർ ബിഗ് ബോസ് ഹൗസിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് 2 വഴിക്കായിട്ടുള്ള ഇങ്ങനെ കുറച്ച് കഥകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ എഗെയിൻ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിന് മുമ്പ് ഇന്ന് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പല ഫ്രണ്ട്സിൻ്റെ മുഖങ്ങളും നമ്മുടെ മനസ്സിൽ വരും. പലരും നമ്മളോട് ചെയ്ത തെറ്റുകൾ നമ്മുടെ മുമ്പിൽ വരും. ഒരിക്കലും അത് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടരുത്. കാരണം നമ്മൾ നമ്മുടെ ബെസ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ദാറ്റ്സ് ഇറ്റ്. അവർക്ക് നമ്മളോട് അങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ ലെറ്റ് ദം, ദാറ്റ്സ് ഇറ്റ്. നമ്മളത് കൊടുക്കുക. നമ്മളുടെ എപ്പോഴും ബെസ്റ്റായി, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ നന്നായി നിൽക്കുക. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, മറ്റുള്ള വ്യക്തികൾ നമ്മളോട് എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നമ്മൾ അവരോട് അതുപോലെ പെരുമാറാൻ നിന്നാൽ അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. സോ കീപ് യുവർ സ്റ്റാൻഡേർഡ് ആൻഡ് ഗ്ലോ യുവർ സെൽഫ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഡിസേർവ് ചെയ്യുന്ന എത്രയോ നല്ല വ്യക്തികൾ ഈ ലോകത്തുണ്ട്. സോ ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം തന്നെ പറയുന്നത് മസ്താനിയും മണവാളനും 2 സൈഡിലായതിനെ കുറിച്ചാണ്. അപ്പോൾ മസ്താനിൻ്റെ ഫസ്റ്റ് ഇട്ട ക്ലിപ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇടുന്നില്ല. മസ്താനി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുകയാണ് അബൌട്ട് മണവാളൻ. അപ്പം മസ്താനി പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഇട്ടിട്ട് പോകുന്ന സൗഹൃദങ്ങളൊന്നും നമുക്ക് വേണ്ട എന്നുള്ളത്. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ട് മോർ കോൺവെർസേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി മണവാളൻ ഒരു Q&A പോലെയുള്ളൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. മസ്താനി ബിഗ് ബോസിൽ പോകുന്നത് വരെ ഓക്കെ ആയിരുന്നു, ഞങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു. ബിഗ് ബോസിൽ കയറിയ സമയത്ത് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അവള് പറയുന്നത്. അതിൽ പേരിലാണ് ഞങ്ങൾ തമ്മിൽ അടിയാവണത്. അവളെന്ത് ചെയ്ത്, അവളാണ് പിണങ്ങി പോയത്. അപ്പോൾ ബിഗ് ബോസിൽ കയറിയപ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടിങ് മെറ്റീരിയൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവം. ഞാൻ എന്ത് വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും, അതിനുള്ള ഒരു ചോദ്യം അത് അവൾ ചിന്തിക്കുന്നില്ല. ഞാൻ എന്ത് വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വന്നിരുന്ന ഫുള്ള് നെഗറ്റീവ് മാത്രമാണ് ഈ ഷോയിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നുള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇനി ഗെയിം എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്യും, ഒരു ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിങ് മെറ്റീരിയൽ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനം നിങ്ങൾ തന്നെ പറ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരു മെറ്റീരിയൽ പുറത്തേക്ക് വന്നിരുന്നോ? മസ്താനിയുടെയും മണവാളൻ്റെയും സൗഹൃദം ബ്രേക്ക് ആയതിന് മണവാളൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, മസ്താനി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ അർത്ഥം എന്താ ഡിഫൈൻ ചെയ്യുന്നത്? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് കാണുമ്പോൾ നല്ലതെന്നും തെറ്റ് കാണുമ്പോൾ തെറ്റ് എന്നും പറയാൻ പറ്റണം. നമ്മൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നതല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ മസ്താനി ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ടുകൊണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം മസ്താനിക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ഇടുകയോ മസ്താനീനെ കാണുന്ന സമയത്ത് തന്നെ മൈൻഡ് ചെയ്യാണ്ട് പോവുകയോ ചെയ്താൽ അതൊരു തെറ്റാണ്. കാരണം നല്ല സൗഹൃദമാവുന്ന സമയത്ത് നമ്മളുടെ സുഹൃത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇവിടെ മണവാളൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മസ്താനീൻ്റെ നെഗറ്റീവ് ഒരിക്കലും ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പുള്ളി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ മസ്താനീനെ പുഷ് ചെയ്തില്ല, അല്ലെ മസ്താനി റിലേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്തില്ല എന്നുള്ളതാണ് ആളുടെ പ്രശ്നം. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്? ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഫുൾ നെഗറ്റിവിറ്റി കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ ഞാൻ എന്ത് പറഞ്ഞ് പോസിറ്റിവിറ്റി ആക്കാനാണ്? സത്യ മസ്താനി ഉണ്ടായിരുന്ന ഒരാഴ്ചയിൽ എന്തൊരു നല്ല കണ്ടൻറ്റാണ് മസ്താനി പുറത്തോട്ട് കൊടുത്തിട്ടുള്ളത്.
എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എല്ലായിടത്തും പ്രശ്നം, എല്ലായിടത്തും കച്ചറ. ഈവൻ നിങ്ങൾക്ക് തന്നെ അറിയാം, മസ്താനി തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയൊരു എന്താ പറയുക, ഹിന്ദി ബിഗ് ബോസ് എന്ന് വരെ സൈബർ ബുള്ളിങ് നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അത്രത്തോളം വൃത്തികെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ആ ഹൗസിൻ്റെ ഉള്ളിൽ കാണിച്ചത്. നിങ്ങളൊരു സുഹൃത്തെന്ന നിലയിൽ എന്തിൻ്റെ പേരിൽ സപ്പോർട്ട് ചെയ്യും? ഞാൻ പുള്ളി പറയുകയാണ്, അവൾ ഇനിയെങ്കിലും ഗെയിം മാറ്റിയാൽ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലും അവൾ ചെയ്തില്ല, അതിന് മുമ്പ് അവൾ ഔട്ടാവുകയും ചെയ്തു എന്ന്. ഇവിടെ മസ്താനീൻ്റെ ഭാഗത്താണ് തെറ്റ്. മസ്താനി ചെയ്യുന്ന എല്ലാം സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ മാത്രം മതി എന്നാ പറയുന്ന മണവാള ഗോ ആൻഡ് എസ്കേപ്പ്. മണവാളിന് പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല എന്ന് ഞാൻ പറയും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാൻ പറ്റണം. പിന്നിൽ നിന്ന് അത് തെറ്റാന്ന് പറഞ്ഞിട്ട് മുന്നിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നത് ഒരിക്കലും നല്ലൊരു സൗഹൃദമല്ല. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആർക്കും കിട്ടിയിട്ടില്ല ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഇനി ഒരു ഗെയിം ചേഞ്ച് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ ഗെയിം ചേഞ്ച് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും 2 ആഴ്ച ആകുമ്പോഴത്തേനും ആള് എവിക്റ്റ് ആയിട്ട് പുറത്തേക്ക് എത്തി. അപ്പോഴത്തേനും പിന്നെ എന്ത് ചെയ്ത് എന്നോട് പറഞ്ഞു, നീ എന്തെന്ന് സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നില്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അതിലാണ് വിഷയം ഉണ്ടാവുന്നത്, ഞങ്ങള് ഉടക്കണതും. പിന്നെ ഇപ്പൊ അതിൻ്റെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്ത് അൺഫോളോ ചെയ്തു, എന്നെ എന്ത് ചെയ്ത് അൺഫോളോ ചെയ്താണ്. അപ്പൊ ഞാൻ തിരിച്ച് അൺഫോളോ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തല്ലാണ്ട് ഞാനായിട്ട് എന്ത് ചെയ്തു ഒഴിവാക്കിയിട്ടുമില്ല, ഒന്നുമില്ല. നമ്മളെ ഇപ്പൊ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല, ശരിക്കും പറഞ്ഞാൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്ത് ചെയ്ത് നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തെടുക്കാൻ പറ്റണത് ചെയ്തു കൊടുത്തിട്ട് അതും ഒന്ന് ഞാൻ ആർക്കെങ്കിലും എൻ്റെ ഫ്രണ്ട്സിന് ആർക്കും ചെയ്തു കൊടുക്കണ്ടെങ്കിൽ ഞാൻ ഒന്നും തിരിച്ച് എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഞാൻ എന്ത് ചെയ്ത് ചെയ്യണതും. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. മണവാളൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എനിക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ മസ്താനീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോണ്ടന്റും മസ്താനി ബിഗ് ബോസിൽ ഇട്ടിട്ടില്ല. പിന്നെ എന്തിൻ്റെ ബേസിസിലാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാണ് കച്ചറ ഉണ്ടാക്കിയതും. മസ്താനി തന്നെയാണ് അൺഫോളോ ചെയ്തു പോയതും. മസ്താനി തന്നെയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെച്ചത്. പിന്നെ മസ്താനി എന്തിനാണ് ഇമാതിരി രീതിയിലുള്ള സ്ട്രാറ്റജിയൊക്കെ ഇറക്കേണ്ട ആവശ്യം? ഞാൻ എൻ്റെ വീഡിയോ മസ്താനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാനും വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ഒരു ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് മസ്താനീനെ തോന്നിയില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു വലിയ സൈബർ അറ്റാക്കിന് ശേഷം കയറിയതിന് ശേഷമൊക്കെ മസ്താനീൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ 2 ആഴ്ചയിൽ ഒരു നല്ല കോണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനം മസ്താനി ഒരിക്കലും ബിഗ് ബോസിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് ഇവൻ മണവാളിനല്ല, ബിഗ് ബോസ് ഷോ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ ഈ മസ്താനി മീഡിയക്കാർക്ക് ഇങ്ങനെ നമ്മുടെ ഒരു ആവശ്യ സമയത്ത് എല്ലാവരും ഒഴിവാക്കി പോയി എന്നുള്ളൊരു ബൈറ്റ് കൊടുത്തോടുകൂടി എല്ലാവരുടെ ചിന്തയിൽ എന്താണെന്ന് വെച്ചാല്, ഞാൻ മസ്താനിനെ ഒഴിവാക്കി ഒരു മോശം സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ മസ്താനിനെ ഒഴിവാക്കി എന്നുള്ളതാണ്. ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയപ്പോൾ എന്നെ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് അവളെ ചെന്നൈ ഉള്ളപ്പോൾ ഞാൻ വിളിച്ചിരുന്നു, ഫോൺ ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് വിളിക്കാൻ ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിരുന്നു. അവൾ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം അവൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഓക്കെ, അവൾ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ പേടിച്ചിട്ട് ഉള്ളിലിരിക്കുകയായിരുന്നു. ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഒരു വാശിയുള്ള കൂട്ടത്തിലായിരിക്കും തോന്നുന്നു. എന്തരോ ആവട്ടെ, നമുക്ക് നമുക്ക് ഇപ്പൊ മസ്താനി പോയി എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളേറ്റ് ഉടക്കിയിരിക്കും. എനിക്ക് തോന്നുന്നത് മസ്താനി ചിലപ്പോൾ പുറത്തിറങ്ങി ഫോണ് കിട്ടിയതിന് ശേഷം ചിലപ്പോൾ ഈ മണവാളൻ്റെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇരുന്ന് പരതിയിട്ടുണ്ടാവും. അതിൽ നോക്കിയപ്പോൾ മസ്താനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദേഷ്യം പിടിച്ചു, വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. പുള്ളി ഇൻഡയറക്റ്റ്ലി പറയുന്നുണ്ട് കുറച്ച് ദേഷ്യവും വാശിയും ഒക്കെ ഉള്ളൊരു ടൈപ്പാണ്. അപ്പോൾ ആ ദേഷ്യത്തിൻ്റെയും വാശീൻ്റെയും പുറത്ത് അവൾ മിണ്ടാണ്ട് നിന്നതായിരിക്കുന്നു. മസ്താനി ഇറങ്ങിയ പാട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അല്ലാണ്ട് ഇതിലപ്പുറം എന്താണോ ഒരു സുഹൃത്ത് ചെയ്യേണ്ടത്? താൻ ചെയ്യുന്ന നെഗറ്റീവ് കാര്യങ്ങളെ വളച്ചൊടിച്ച് പോസിറ്റീവായി ആക്കണമായിരുന്നോ? അതിനൊരിക്കലും ഒരു റിയൽ സുഹൃത്തിന് ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴും PR-കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. മസ്താനി നല്ലൊരു PR-നെ പിടിക്കണമായിരുന്നു. ആൻഡ് സെക്കൻഡ് തിങ്, ഇതിൽ തന്നെ മണവാളൻ നേരത്തെ ക്ലിപ്പിൽ എങ്ങാനും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊന്നും കണ്ടല്ല നിൽക്കുന്നതെന്ന്. ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം മസ്താനി എന്ന് പറയുന്ന വ്യക്തി മണവാളനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടുള്ളത് മണവാളൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്തോ കണ്ടിട്ടാണ്. മേ ബി പുള്ളി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്താനിക്ക് ഹൈപ്പ് തരും, അതുവഴി മസ്താനിക്ക് റീച്ച് ഉണ്ടാവും. ഇങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പിൽ ഒരിക്കലും ഒന്നും കണ്ടു നിൽക്കരുത്. ഈ കണ്ടു നിൽക്കുന്ന ആൾക്കാരാണ് കിട്ടിക്കഴിയുമ്പം പോകുന്നത്. പക്ഷെ കാണാണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെന്നും താങ്ങായിട്ട് എന്നും സപ്പോർട്ടായിട്ട് നമ്മളുടെ കൂടെ നിൽക്കും. അത് വിഷമാണെങ്കിലും സങ്കടമാണെങ്കിലും. ഒരു റിയൽ ഫ്രണ്ടിനെ നിങ്ങൾ ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പകരം ഏത് 100 ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ആ റിയൽ ഫ്രണ്ടിൻ്റെ വാല്യൂയോ ക്വാളിറ്റിയോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ നെവർ സ്പോയിൽ. നമ്മളുടെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ സ്പോയിൽ ചെയ്യരുത്. ഇറ്റ്സ് വെരി ഈസി ടു സേ ബൈ ടു സംബഡി. ഒരാളോട് ബൈ പറയാൻ വളരെ ഈസിയാണ്. പക്ഷേ ബൈ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം
പിന്നെ നമുക്ക് ലൈഫിൽ റിയലൈസ് ചെയ്യാണ് ഹീ ഓർ ഷീ സംതിങ് നമ്മുടെ ലൈഫിൽ വളരെ വാല്യൂബിൾ ആണെന്ന് റിയലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ബന്ധം ഉണ്ടാവില്ല. പിടിച്ചു വലിച്ച് കൊണ്ടുവരാൻ പോലും ആ ബന്ധം കിട്ടണം എന്നില്ല. സോ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. വെച്ചിട്ട് നമുക്കൊന്നും എന്ത് ചെയ്ത് നഷ്ടപ്പെടാനുമില്ല. ഞാൻ അത്ര നല്ല ഫ്രണ്ട്ഷിപ്പിന് മൂല്യം കൽപ്പിച്ചിരുന്നു, ഞാൻ അത്ര നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്ത് അവൾക്ക് തന്നെ നന്നായി അറിയാവുന്ന കാര്യമാണ്. മേ ബി അവൾ എക്സ്പെക്ട് ചെയ്തിരിക്കാം ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ പുറത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഞാൻ എന്ത് ചെയ്ത് കുറ്റമായിട്ട് പറഞ്ഞതല്ല. മേ ബി നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തിരിക്കാം. പക്ഷേ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്ത് പുറത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സംഭവം അത് ചിന്തിക്കുന്നില്ല മസ്താനി. അതിലുണ്ടായൊരു ചിലപ്പോൾ കുളിച്ചാൽ എനിക്ക് ഇപ്പോഴും സ്റ്റിൽ എനിക്ക് ദേഷ്യമോ വാശി വൈരാഗ്യം ഒന്നുമില്ല. ഞാൻ ആ ഒരു രീതിക്ക് തന്നെ നല്ല രീതിക്ക് എന്തരേ ആവട്ടെ, എല്ലാം നല്ലതിന്, പോകുന്നതും നല്ലതിന്, ഇനി പറയുന്ന പ്രശ്നങ്ങളും നല്ലതിന്, എല്ലാം നല്ലതിന്, നമ്മളെല്ലാം നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യുക, നല്ല രീതിക്ക് സർവേ. ഈ മണവാളൻ എന്ന് പറയുന്ന വ്യക്തിനെ ബേസിക്കലി എനിക്ക് അറിയൊന്നുമില്ല. ഞാൻ ആളുടെ ഒരു കല്യാണം വീഡിയോ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആളുടെ ചാനലൊന്നും ഫോളോയിങ്ങോ ഒന്നുമല്ല. പക്ഷെ മണവാളൻ ഈ അവസാനം പറഞ്ഞ സാധനങ്ങൾ എനിക്കും ഭയങ്കര ഹൈലി റിലേറ്റബിളാണ്. എൻ്റെ ലൈഫിലും എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 1-2 ദിവസം ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ആക്കുക, അല്ലെങ്കിൽ അയാളോട് സംസാരിക്കുക അല്ലാന്ന് ഫ്രം ദ 3rd day ഞാനത് വിടും. എല്ലാം നല്ലപോലെ നടക്കട്ടെ, നമ്മൾ പീസ്ഫുള്ളായി പോവുക, അത്രയേ ഉള്ളൂ. അത് നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ ഈ ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ മുന്നോട്ട് പോകുന്ന സമയത്ത് ആരും നമുക്കുണ്ടാവില്ല. നമ്മളുടെ പ്രശ്നങ്ങളും നമ്മളുടെ കാര്യങ്ങളും നമ്മളുടെ ഇഷ്യൂസും എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. ആ സാഹചര്യത്തിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് എവറിത്തിങ് ഹാപ്പൻ ഫോർ എ ഗുഡ് റീസൺ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഒഴിവാക്കുക. അപ്പോൾ എന്തായാലും മണവാളൻ മസ്താനി ഫ്രണ്ട്ഷിപ്പിൽ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയേ പറയാനുള്ളത്. ബിഗ് ബോസിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള സീസൺ 7 ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞാൻ പറയും പറ്റാ ഗേൾസിൻ്റെ കോംബോയാണ്. അനീഷും ഷാനവാസിൻ്റെ കോംബോ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഒരു ഇഷ്ടം ഉണ്ടായിരുന്നത് ഇവരുടെ ഒരു കോംബോയാണ്. എത്രയൊക്കെ ആണെങ്കിലും ഗേൾസ് എല്ലാം ഒരുമിച്ച് വരിക, അവരൊരുമിച്ച് മേക്കപ്പ് ചെയ്യുക, അവരൊരുമിച്ച് ഒരേ ഔട്ട്ഫിറ്റ് ഇടുക, സാരി ഉടുക്കുക, പിന്നെ ചില നേരങ്ങളിൽ ബിഗ് ബോസ് ഇവരുടെ കള്ളത്തരങ്ങൾ എന്ന് വെച്ചാൽ മൈക്ക് മാറ്റിയുള്ള സംസാരങ്ങൾ പിടിക്കുന്ന സമയത്തൊക്കെ ഈ ആദില ബിഗ് ബോസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞോ അറിയാണ്ടോ ഈ കോമ്പോനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പോ നന്നായി വരുമെന്നും അനുവിൻ്റെ വീട്ടിൽ അനുവിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഇവരുണ്ടാവും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവസാനത്തെ ഒരാഴ്ച ഇതെല്ലാം തകർക്കാൻ കാരണമായിട്ടുള്ള നമ്മളുടെ സ്വന്തം കട്ടപ്പ എന്ന് പറയുന്ന ആരാണ്? അഡ്വക്കേറ്റ് ശൈത്യ ആണ്. ശൈത്യ വന്ന് എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ 2 മൂലയ്ക്കാക്കി. അതുവഴി ഒരു ടോപ്പ് 5 എത്തുമെന്ന് പ്രതീക്ഷ നമ്മളുടെ ഒരു ഫൈനൽ 1, 2, 3 ഉണ്ടാവുമെന്ന് പ്രതീക്ഷ നൂറ തന്നെ ഇറങ്ങി താഴെ എത്തി. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി. ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മോ ട്രയോ മാറിയിട്ട് പട്ടാ ഗേൾസും ശൈത്യമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു കോംബോ പിടിക്കലാണ്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ശൈത്യയുടെ അക്കൗണ്ടിൽ ശൈത്യ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ സൈഡ് കൊടുക്കാം. ഇഫ് ഗോഡ് റിമൂവ് സമ്മൺ ഫ്രം യുവർ ലൈഫ് ആൻഡ് ഇറ്റ് ഹേർട്ട്, റിമെമ്പർ ഇറ്റ് വുഡ് ഹാവ് ഹേർട്ട് ഈവൻ മോർ ഇഫ് ദേ ഹാഡ് സ്റ്റേഡ്. ഗോഡ് സീസ് വോട്ട് യു കാനോട്ട്. ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ആരെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ, അതിൽ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവരിനിയും എൻ്റെ ജീവിതത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇതിലുപരി ഞാൻ സങ്കടപ്പെടേണ്ടി വരും. കാരണം എന്നേക്കാൾ കൂടുതൽ പല കാര്യങ്ങളും കാണുന്ന ദൈവമാ എന്ന് പറഞ്ഞിട്ട് ശൈത്യ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മളുടെ കട്ടപ്പ ഗേൾസ് പട്ടായ ഗേൾസ് ആദിലയും നൂറയും അഡ്വക്കേറ്റ് ശൈത്യനെ അങ്ങ് അൺഫോളോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്ററും ഉണ്ട്. ശൈത്യയുടെ തനിനിറം മനസ്സിലാക്കി ആദില നൂറ. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ശൈത്യയെ അൺഫോളോ ചെയ്ത ആദിലയും നൂറയും. അപ്പോൾ ഏകദേശം എന്തൊക്കെയോ അവരുടെ ഇടയിൽ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 2 പഞ്ചായത്തിൽ എത്തി എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി ചെറിയൊരു പീസും കൂടി ഇട്ടിട്ട് നമുക്ക് വേഗം ഈ വീഡിയോ അവസാനിപ്പിക്കാം. തിരിച്ച് റിപ്ലൈ കൊടുക്കരുത്, പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കും. ആരാണ് ഞാൻ അവിടെ പറഞ്ഞു ഒന്നും പറ്റില്ല പറയാൻ പോകുന്നത്. എത്ര ഇതാണെങ്കിലേ കേട്ട് നിൽക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടോ? ചില സാഹചര്യങ്ങളിൽ ഒരു 10 അടി അടിക്കുന്നതിനേക്കാളും വാല്യൂ ആണ് സൈലൻസിന്. ഞാൻ പഠിച്ചതാണ്. പീസ് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായിട്ടുള്ള പീസാണ്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള കാര്യം അറിയില്ല. കാണുന്നതിലുപരി നിങ്ങൾ കേൾക്കേണ്ടത് ഇവിടെ പറഞ്ഞ ഈ വാക്കുകളാണ്. നമ്മളുടെ അനു ആണെങ്കിലും അഭിലാഷ് ആണെങ്കിലും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, സൈലൻസ് ഭയങ്കര പവർഫുള്ളാണ്.
ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ പല ഇമോഷൻസും, നമ്മുടെ പല അവസ്ഥകളും, നമ്മുടെ പല സാഹചര്യങ്ങളും നമ്മുടെ വേർഡ്സ് കൊണ്ട് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് സൈലൻസാണ്. ഇപ്പോൾ ആ ഒരു സിനാരിയോയിൽ നമുക്ക് RJ ബിൻസിനെ കണ്ടാൽ അറിയാം, ഉറഞ്ഞു തുള്ളിയ ഭദ്രകാളീനെ പോലെയാണ് RJ ബിൻസി അവിടെ നിൽക്കുന്നത്. അവർ വളരെ മോശം രീതിയിൽ അല്ലെങ്കിൽ വളരെ വേഴ്സായ രീതിയിൽ കടന്ന് തുള്ളുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നുള്ളത് RJ ബിൻസിക്ക് പോലും അറിയാത്ത രീതിയിൽ എന്താ പറയുക, ഒരു കോമരിളകിയ പോലെ നിൽക്കുകയാണ്. ആ ഒരു ഇളകലിൻ്റെ പുറത്ത് RJ ബിൻസി പലതരത്തിലുള്ള വാക്കുകളും ഡയലോഗുകളും ഒക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ വീണ്ടും പറയാം, വാക്കുകൾ കൊണ്ട് മറ്റൊരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് അത് വേറൊരു സാധനം തന്നെയാണോ. നിങ്ങൾ 4 തല്ല് തല്ലിയാലും ഇടിച്ചാലും അല്ലെങ്കിൽ ഒന്ന് കുത്തിയാലും അത് മറന്നാലും ഈ വാക്കുകൊണ്ടുണ്ടാകുന്ന മുറിവ് ഒരാൾക്കും മറക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ചില സിറ്റുവേഷനിൽ നമ്മൾ സൈലൻ്റായി നിൽക്കുന്നതല്ല നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനും ഓപ്പോസിറ്റിലെ മെൻ്റൽ ഹെൽത്തിനും. ആൻഡ് എൻ്റെ ലൈഫിൽ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ലൈഫിൽ ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ റിവെഞ്ച് എന്ന് പറയുന്നത് എൻ്റെ സൈലൻസാണ്. കാരണം ഞാനെന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ട് എല്ലാവരോടും വളരെ ഓപ്പണായി മിണ്ടി എൻജോയ് ചെയ്ത് ജോളിയായി ചില്ലായി നടക്കുന്ന ഒരാളാണ്. അത് ഞാൻ ഒരു വ്യക്തിയുടെ അടുത്ത് സൈലൻ്റ് ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് റിവെഞ്ച് ദാറ്റ് ഐ ക്യാൻ ഗിവ്. ആ സൈലൻസ് അവർക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്, ബട്ട് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ ക്യാൻ ഡു. അപ്പം വാക്കുകൾ ഉപയോഗിക്കുമ്പം ശ്രദ്ധിച്ചും നോക്കിയും കണ്ടും ഉപയോഗിക്കുക. നമ്മളെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. നമ്മളുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്, നമ്മളാണ് ജീവിക്കേണ്ടത്, നമ്മളുടെ ലൈഫിനെ മാറ്റർ ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ പറയാനുള്ളൂ. സോ ദിസ് ഈസ് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത വ്യക്തികൾ ആരുമില്ല. എല്ലാവർക്കും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നെങ്കിലും ഒരടി കിട്ടിയിട്ടുണ്ടാവും. ടേക്ക് ഇറ്റ് ആസ് എ ഗുഡ് ചാപ്റ്റർ ആൻഡ് ലേൺ അബൌട്ട് പീപ്പിൾ ആൻഡ് ലിവ് യുവർ ലൈഫ് ഹാപ്പിലി. So that's it. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then it's bye bye.